ഏട്ടോ തുർക്കിക്കാരന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഫുഡാണ്. എന്തായാലും ഒരു തുർക്കി റെസ്റ്റോറന്റിൽ എങ്ങനെയുണ്ട് നോക്കട്ടെ കൊണ്ട് ഉള്ളിൽ കയറി നോക്കുകയാണ്. നോക്കുമ്പോ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷവായൊക്കെ ഇങ്ങനെ പൊരിച്ച് ഇങ്ങനെ വെക്കണം. അതിന്റെ കൂടെ തന്നെ പലതരം മട്ടന്റെ കുടലും എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ നല്ല റൊട്ടിയും വെച്ചിട്ടുണ്ട്. എന്തായാലും ആയില്ലേ എന്ന് പറഞ്ഞു. ചെയറൊക്കെ കാലിലേക്ക് കിടക്കുമ്പോൾ ഇരിക്കുമ്പോ തന്നെ കൂടെ റൈസ് വെച്ചു. ഒരു വെറൈറ്റി റൈസ് കിട്ടോ. സംഭവം നന്നായിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അത് കഴിയുമ്പോൾ തന്നെ അവരുടെ മട്ടന്റെ കൂടെ കുറച്ച് ചോളൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ഗ്രേവി ടൈപ്പിൽ അതും കാണാൻ സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ആയില്ലേ പറഞ്ഞു കുറച്ച് എടുത്ത് നോക്കട്ടെ പറഞ്ഞു. സംഗതി നല്ല വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. അതുപോലെ വെജിറ്റബിൾസ് ഒരുപാട് ആഡ് ചെയ്യും ഏത് ഫുഡിന്റെ കൂടെയും. അപ്പൊ അതൊക്കെ കുറച്ച് പാത്രത്തേക്ക് തട്ടി അത് കഴിയുമ്പോഴേക്ക് അതിങ്ങനെ എങ്ങനെയുണ്ട് നോക്കട്ടെ പറഞ്ഞു. നല്ല പഞ്ഞി പോലെ ഉണ്ട്. അത് കണ്ട ഒക്കെ മട്ടനാണ്. ചിക്കൻ നമ്മുടെ ഷവായി വെച്ചത് അത് നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് കുറച്ച് ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ നോക്കണം. കണ്ടില്ലേ എങ്ങനെയുണ്ട്? പായിക്കൂടെ വെള്ളം വരുന്നില്ലേ? അത് കഴിയുമ്പോഴേക്ക് ഈ ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. നമ്മുടെ നാടൻ കായ് വഴുതിരിങ്ങയില്ലേ, ആ വഴുതിരിങ്ങയും കൊണ്ട് പ്രത്യേക തരം രീതിയിൽ ഒരു ഓയിലൊക്കെ ഇട്ടുണ്ടാക്കിയ സാധനം. അത് എങ്ങനെയും റൈസും കൂടി കഴിച്ചപ്പോ നന്നായിട്ടുണ്ട്. അപ്പോഴേക്കാണ് അവര് ബീഫ് ഇങ്ങനെ ചട്ടിയിൽ തിളച്ച് കൊണ്ട് വെച്ചിരിക്കണം. ബീഫ് ഇങ്ങനെ നോക്കി എന്തായാലും അതിൻ്റെ കൂടെ റൊട്ടിയുണ്ട്. പക്ഷെ ബീഫിൽ നിന്നും കുറച്ച് എടുക്കുക, റൊട്ടിയും കൂടി മിക്സ് ചെയ്യുക. എങ്ങനെയുണ്ട് നോട്ടെ പറഞ്ഞാൽ കുറച്ച് ബീഫിൽ നിന്ന് ഗ്രേവിയും കാര്യങ്ങളും എടുത്തു. അത് നല്ല പനി പോലെ വെന്തിട്ടാ. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്കും മീൻ കൊണ്ടുവച്ചു. ഒരു മീനിനെ അങ്ങനെ കൊണ്ടുപോയിട്ട് നിറയെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഡ്രൈ ഐറ്റംസ് കമ്മിയാണ്. എല്ലാം ജ്യൂസി ഐറ്റംസും അതിൻ്റെ കൂടെ ഒരുപാട് വെജിറ്റബിൾസ്, അതിൻ്റെ കൂടെ സലാഡ്, അത് കൊക്കക്കോള അവിടെ നിർബന്ധമാണ്. അതിനൂടെ റൊട്ടിയുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഓംലേറ്റ്. അപ്പൊ ഇതൊക്കെ തിന്ന് കഴിയുമ്പോഴേക്കും എൻ്റെ അമ്മോ